നമസ്കാരം. എല്ലാവർക്കും ഗുരുവായൂർ ദർശനം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഓം ഗം ഗണപതായ നമഃ. ജീവിതത്തിൽ എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, മനസ്സിന് സമാധാനമില്ലെങ്കിൽ അത് നരകതുല്യമാണ് അല്ലേ? പലരും പറയാറുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും തടസ്സങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയമാണ്, കൂടാതെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുന്നു എന്നൊക്കെ. ഇതിനെല്ലാമുള്ള ഒരു ശാശ്വത പരിഹാരവുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സങ്കടഹര ചതുർത്ഥി എങ്ങനെ എടുക്കണമെന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ അത്ഭുതകരമായ ചില പുരാണ കഥകളെക്കുറിച്ചും ഓരോരോ പ്രശ്നങ്ങൾക്കും ഗണപതിക്ക് സമർപ്പിക്കേണ്ട പ്രത്യേക വസ്തുതകളെക്കുറിച്ചുമാണ്. 25 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോയ്ക്കായി മാറ്റിവെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായേക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് പോലും സങ്കടഹര ചതുർത്ഥിയുടെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സംഭവമുണ്ട്. ശ്യാമന്തക രത്നത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സങ്കടഹര ചതുർത്ഥി വ്രതത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കഥയാണിത്. ഒരിക്കൽ ശ്രീകൃഷ്ണൻ പാൽപാത്രത്തിൽ ചന്ദ്രൻ്റെ പ്രതിബിംബം കാണാനിടയായി. ചതുർത്ഥി ദിവസമായിരുന്നു അത്. ഗണപതിയുടെ ശാപമുള്ളതുകൊണ്ട് ചന്ദ്രനെ കണ്ട കൃഷ്ണന് ചെയ്യാത്ത തെറ്റിന് അപവാദം കേൾക്കേണ്ടി വന്നു. സത്രജിത്ത് എന്ന രാജാവിൻ്റെ കൈവശമുണ്ടായിരുന്ന ശ്യാമന്തക രത്നം കൃഷ്ണൻ മോഷ്ടിച്ചു എന്നായിരുന്നു അപവാദം. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുകൂടി ചതുർത്ഥി ദോഷം അദ്ദേഹത്തെ ബാധിച്ചു. ഒടുവിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചാണ് കൃഷ്ണൻ അപവാദത്തിൽ നിന്ന് മുക്തനായത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വ്രതം അതിനൊരു ഉത്തമ പരിഹാരമാണ് എന്നാണ്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചൊവ്വാഴ്ച വരുന്ന ചതുർത്ഥിയുടെ പ്രത്യേകത എന്താണെന്ന്. അതിനെ അങ്കാരക ചതുർത്ഥി എന്ന് വിളിക്കുന്നു. ഇതിനു പിന്നിലും ഒരു വലിയ കഥയുണ്ട്. ഭൂമിദേവിയുടെ പുത്രനായ അങ്കാരകൻ, അതായത് ചൊവ്വ, കഠിനമായ തപസ്സിലൂടെ ഗണപതിയെ പ്രസാദിപ്പിച്ചു. ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. എൻ്റെ പേര് ഈ ദിവസവുമായി ചേർന്ന് നിൽക്കണമെന്നായിരുന്നു അങ്കാരകൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ചൊവ്വാഴ്ച വരുന്ന ചതുർത്ഥിക്ക് അങ്കാരക ചതുർത്ഥി എന്ന പേര് വന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യം. ചൊവ്വ എന്ന് പറയുന്നത് കടബാധ്യതകളുടെയും ഭൂമി സംബന്ധമായ തർക്കങ്ങളുടെയും ഗ്രഹമാണ്. അതിനാൽ ചൊവ്വാഴ്ച വരുന്ന സങ്കടഹര ചതുർത്ഥിക്ക് വ്രതം നോറ്റാൽ എത്ര വലിയ കടബാധ്യതയാണെങ്കിലും അത് തീരും. വർഷങ്ങളായി വിൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഭൂമി വിറ്റുപോവാനും വീട് പണിയിലെ തടസ്സങ്ങൾ മാറാനും ഈ ദിവസം വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വ്രതമെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാകും ഉണ്ടാവുക. എല്ലാ ആഗ്രഹങ്ങൾക്കും ഒരേ വഴിപാടാണോ വേണ്ടത്? അല്ല. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ പ്രധാന പ്രശ്നം സാമ്പത്തിക തടസ്സമാണെങ്കിൽ സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതിക്ക് നെയ്യപ്പമാണ് നിവേദിക്കേണ്ടത്. നെയ്യപ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ധനതടസ്സങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. ഇനി വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്കാണ് വ്രതം എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങളിൽ വിജയം നേടാനാണെങ്കിൽ അവർ ഭഗവാന് മോദകം സമർപ്പിക്കുക. മോദകം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ഇനി ആരോഗ്യം, ദീർഘായുസ് എന്നിവയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ കറുകപ്പുല്ല് കൊണ്ട് അർച്ചന നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. 21 കറുകപ്പുല്ല് കൂടി പിടിപ്പിച്ച് ഗണപതിക്ക് സമർപ്പിക്കുന്നത് 1000 സ്വർണ്ണ നാണയങ്ങൾ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. മക്കളുടെ വിവാഹം നടക്കാൻ വൈകുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? എങ്കിൽ ഈ ദിവസം ഗണപതിക്ക് മഞ്ഞൾ സമർപ്പിക്കുക. മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകമോ മഞ്ഞൾ മാലയോ ചാർത്തുന്നത് മംഗല്യ തടസ്സം മാറാൻ സഹായിക്കും. ഈ വ്രതത്തിൻ്റെ മറ്റൊരു അത്ഭുതകരമായ ഫലം ശനിദോഷ നിവാരണമാണ്. നളചരിതം കേട്ടിട്ടില്ലേ? ശനി ബാധിച്ച് സർവ്വതും നഷ്ടപ്പെട്ട നളരാജാവ് ദമയന്തിയെയും രാജ്യത്തെയും തിരിച്ചുപിടിക്കാൻ സങ്കടഹര ചതുർത്ഥി വ്രതമാണ് അനുഷ്ഠിച്ചത്. 7 ശനി, കണ്ടകശനി തുടങ്ങിയ സമയദോഷം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ ഗണപതിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. കാരണം നവഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് വിഘ്നേശ്വരൻ. ഇനി നമുക്ക് വ്രത ദിവസം ചൊല്ലേണ്ട ഒരു അപൂർവ മന്ത്രം പരിചയപ്പെടാം. സാധാരണ എല്ലാവരും ഗായത്രിയോ മൂലമന്ത്രമോ ആണ് ചൊല്ലാറുള്ളത്. എന്നാൽ
സങ്കടഹാര ചതുർത്ഥിക്ക് മാത്രം ചൊല്ലാവുന്ന പെട്ടെന്ന് ഫലം തരുന്ന ഒരു മന്ത്രമുണ്ട്. ഗണേശ ഋണം ചിന്തി വരേണ്യം ഹും നമഃ ഫട്ട്. ഇതൊരു ഋണവിമോചന മന്ത്രമാണ്. കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയവർ സന്ധ്യാസമയത്ത് ചന്ദ്രദർശനത്തിന് ശേഷം ഈ മന്ത്രം 108 തവണ ജപിച്ച് ഗണപതിയെ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അന്ന് പകൽ ഉറങ്ങാൻ പാടില്ല എന്നതാണ്. പകൽ ഉറങ്ങിയാൽ വ്രതഫലം നഷ്ടപ്പെടും. അതുപോലെ വ്രതം തുറക്കുമ്പോൾ ആദ്യം ഗണപതിക്ക് നിവേദിച്ച പ്രസാദം കഴിക്കണം. അതിനുശേഷം മാത്രമേ ഉപ്പിട്ട ഭക്ഷണങ്ങൾ കഴിക്കാവൂ. ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ, മേഘാവൃതമായ അന്തരീക്ഷമാണെങ്കിൽ കലണ്ടറിൽ പറയുന്ന ചന്ദ്രോദയ സമയം കഴിഞ്ഞ് മാനത്തേക്ക് നോക്കി മനസ്സുകൊണ്ട് ചന്ദ്രനെ സങ്കല്പിച്ച് അർഘ്യം സമർപ്പിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സങ്കടഹാര ചതുർത്ഥി വെറുമൊരു വ്രതമല്ല, അതൊരു സമർപ്പണമാണ്. നമ്മുടെ എല്ലാ ഭാരങ്ങളും വിഷമങ്ങളും ആ വലിയ വയറുള്ള ഭഗവാന്റെ മുൻപിൽ ഇറക്കി വെച്ച്, ഭഗവാനെ ഇനിയെല്ലാം അങ്ങയുടെ കൈകളിലാണ് എന്ന് പറഞ്ഞ് ശരണാഗതി അടയുന്ന നിമിഷം, അവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. ഈ വരുന്ന സങ്കടഹാര ചതുർത്ഥി മുടങ്ങാതെ നോൽക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഥകളും കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.